അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാണുന്ന നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണാം. വീഡിയോയിലേക്ക് പോകും. നമ്മൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 1/2 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു 5 ഉള്ളി, അതുപോലെ തന്നെ 2 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ്, പുതിന, കരിവേപ്പില, ഒരു 2-3 പച്ചമുളക്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി വേണം, അതുപോലെ തന്നെ ചിക്കൻ മസാല വേണം, ഗരം മസാല വേണം, മല്ലിപ്പൊടി വേണം, നമ്മളുടെ മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി നമ്മുടെ അമ്മീമേൽ ചതച്ച് വെച്ചതാണ്, വളരെ കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ കാണുന്ന സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. നമുക്കിനി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പേ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒന്ന് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഇതാ ഈ കാണുന്ന പോലെ നല്ല നൈസായിട്ട് ചെറുതായിട്ട് ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെക്കുകയാണ്. നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ്. നമ്മളിതാ പാന് വെച്ച് അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ലേശം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അമ്മീമൽ വെച്ചിട്ട് ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഇത് ഒരു ബ്രൗണിഷ് കളർ ആകുന്നവരെ നമ്മളിങ്ങനെ ഇളക്കൽ തുടരണം. നമുക്ക് ഏതായാലും ഇതൊന്ന് റെഡിയായിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉള്ളി ഇഞ്ചി ഇതാ ഏകദേശം ഈ ഒരു കളറിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ഒരു കളറിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കുക. ഇനി ഈ ഉള്ളിയും നേരത്തെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ആയതുപോലെ തന്നെ ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ഇതുപോലെ തന്നെ നല്ല പോലെ അങ്ങ് ഇളക്കി കൊടുക്കണേ. നല്ല പോലെ ബ്രൗൺ കളറിലേക്ക് വരണം, അതുവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ബ്രൗൺ കളറാവുന്ന സമയത്ത് ഗൈസ്, നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഗൈസ്, നമ്മുടെ ഉള്ളി ഇതാ ഏകദേശം നല്ല ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില, അതുപോലെ തന്നെ നമ്മുടെ പുതിന എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ഇലകളും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ കുറച്ച് നേരം കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇതുകൂടെ നമ്മുടെ ഉള്ളിയുടെ കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് സെറ്റായി വരട്ടെ. നമ്മുടെ അടുപ്പത്ത് കിടന്ന് നമ്മുടെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും നമ്മുടെ ഇലകളും ഒക്കെ കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഗരം മസാല, അതുപോലെ തന്നെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി, അങ്ങനെ നമ്മുടെ എല്ലാ പൊടികളും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പൊടികളും ഇപ്പം നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ആയിട്ട് ഈ പൊടി ഒന്ന് പിടിച്ച് വരുന്നതിന് വേണ്ടി നല്ല പോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി ഒന്ന് സെറ്റാക്കി കൊടുക്കുക. നമ്മുടെ മസാല നല്ല അടിപൊളിയായിട്ട് അടുപ്പത്ത് കിടന്ന് സെറ്റായിട്ടുണ്ട്. ആ മസാലേൻ്റെ പച്ച സ്മെല്ലൊക്കെ അങ്ങോട്ട് പോയി നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ആ സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ 1/2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക. നല്ല പോലെ നമ്മുടെ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ നല്ല പോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുത്ത് നമ്മുടെ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ച് വയ്ക്കുക.
ഏകദേശം ഒരു 20 മിനിറ്റോളം ഇതിവിടെ കിടന്ന് വേവണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഈ വേവുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറക്കരുത്. ഇനി നമുക്ക് ഇതൊന്നും ഇവിടെ കിടന്ന് വേവട്ടെ. ഒരു 20 മിനിറ്റ് സമയം വേണം അതിന്. നമുക്കത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഏകദേശം 20 മിനിറ്റ് നമ്മുടെ അടുപ്പത്ത് കിടന്ന് നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഇട്ട നമ്മുടെ ഇലകളെ ബാക്കിയുള്ള കുറച്ച് മല്ലിച്ചെപ്പും പുതിനയും അതുപോലെ തന്നെ കറിവേപ്പിലയും മുകളിൽ കുറച്ച് വിതറിട്ട് കൊടുക്കുക. അങ്ങനെ 3 ഇലകളും ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വളരെ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് പാറ്റിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഗൈസ്, കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ.